ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ വിവോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y18e എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ ഈ മാസം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു ഫോണായിരിക്കും. 6.56 ഇഞ്ചിന്റെ HD+LCD ഡിസ്പ്ലേ വരും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ആയിരിക്കും വരിക. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസർ വരുന്നതായിരിക്കും. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. ഒരു 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിന്റെ ബോക്സിൽ മിക്കവാറും ചാർജർ ഉണ്ടാവില്ല. പിന്നെ വിവോയുടെ കാര്യത്തിൽ വിവോ V30e എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ വരും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വില ഒരു 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. പിന്നെ വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 3 Pro എന്നുള്ള ഫോൾഡബിൾ ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു ഫോൺ ഇപ്പം BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോൾഡബിൾ ഫോണാണ്. അപ്പോൾ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 8.03 ഇഞ്ചിന്റെ 2K AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ പുറത്ത് 6.53 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 2 ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5700 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിന്റെ വില ഒരു 1.5 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരെയായിട്ട് എത്തിയേക്കാം. പിന്നെ ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT20 Pro എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. മീഡിയാടെക് ഡിമെൻസിറ്റി 8200 അൾട്ടിമേറ്റ് എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് കൂടാതെ ഒരു ഗെയിമിംഗ് ഡിസ്പ്ലേ ചിപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നതായിരിക്കും. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 108+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ആയിരിക്കും ഈ ഫോണിൽ വരിക. വില ഒരു 22,000-25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ മോട്ടോറോളയുടെ മോട്ടോ E14 എന്നുള്ള ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മോട്ടോറോളയുടെ മോട്ടോറോള എഡ്ജ് 50 Neo എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസർ ഇതിൽ വരുന്നതായിരിക്കും. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഐക്യൂടെ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തായിരിക്കും. വിവോ T3X 5G എന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും ഇത്. ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസർ ഇതിൽ വരുന്നതായിരിക്കും. 15,000 രൂപയ്ക്ക് താഴെ ഇത് ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൂഗിൾ പിക്സൽ 8a എന്നുള്ള സ്മാർട്ട് ഫോൺ മെയ് 14 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.1 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പിന്നെ IP67 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഗൂഗിൾ ടെൻസർ G3 ചിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 4500 mAh ബാറ്ററിയും 27 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ സാംസങ്ങിന്റെ കാര്യത്തിൽ സാംസങ് F35 അല്ലാന്നുണ്ടെങ്കിൽ M35 എന്നീ ഫോണുകൾ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണുകളിൽ എക്സിനോസിന്റെ 1380 എന്ന പ്രോസസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. 50+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഈ ഫോണിന്റെ വില ചിലപ്പം ഒരു 17,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം.
സാംസങ്ങിന്റെ തന്നെ കാര്യത്തിൽ സാംസങ് F55 5G എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ടീസ് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഈ മാസം ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. ഈ ഒരു ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു ഫോൺ സാംസങ് M55 5G എന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ മാസം OnePlus Nord 4 എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസർ ഇതിൽ വരുന്നതായിരിക്കും. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിന്റെ വില 30,000 to 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ OnePlusന്റെ OnePlus Nord CE4 Lite എന്ന സ്മാർട്ട് ഫോണും ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറൊക്കെ വരാനാണ് സാധ്യത. ബാക്കി ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ റിയൽമി GT Neo 6 SC എന്ന ഫോണിന്റെ ഒരു വെർഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ചിലപ്പം വേറെ പേരിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസറൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണും ഏകദേശം 30,000 to 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഫോണിന്റെ വില ഒരു 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ പോക്കോയുടെ പോക്കോ പാഡ് എന്ന ടാബ്ലറ്റ് ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 12.1 ഇഞ്ചിന്റെ 2.5K LCD ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 10,000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. ഈ ഒരു ടാബിന്റെ വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ iPad Pro എന്നുള്ള ടാബ്ലറ്റ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. May 8 ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. M4 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. OLED പാനലൊക്കെ വരും. പിന്നെ മാക്സേഫ് വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.